3000 സ്ക്വയർ ഫീറ്റിലുള്ള നമ്മുടെ ഈ പ്രോജക്റ്റ് പോയിട്ടുള്ളത് ജസ്റ്റ് 7 സെന്റ് സ്ഥലത്താണ്. ഈ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം കോട്ടയത്താണ്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി. ഇത് എക്സ്റ്റീരിയർ എലിവേഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഈ ക്ലയന്റ് വളരെ മനോഹരമായ ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ, അത് ജസ്റ്റ് സിമ്പിൾ ആകാതെ കുറച്ച് ഡീറ്റെയിലിംഗ് കൂടുതൽ അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള മനോഹരമായ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു 4 ബെഡ്റൂം പ്ലസ് അമ്യൂണിറ്റീസ് വരുന്ന ഒരു വീടാണ്. ഈ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ചലഞ്ചിങ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തൊരു ഏരിയ എന്ന് പറയുന്നത്, മുമ്പ് പറഞ്ഞ പോലെ 7 സെന്റ് സ്ഥലത്ത് ആണ് നമ്മൾ 3000 സ്ക്വയർ ഫീറ്റ് ഡിമാൻഡ് ചെയ്തല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ റിക്വയർമെന്റ് അവരുടെ അമ്യൂണിറ്റീസും നമ്മൾ മീറ്റ് ചെയ്ത് വരുമ്പോൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞ നോർത്ത് ഫേസിങ് ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു കാര്യം, നോർത്ത് ഈസ്റ്റ് കോർണറാണ് കിച്ചന്റെ ഒരു ഫസ്റ്റ് പൊസിഷൻ വരിക. ഫ്രണ്ട് എലിവേഷനിൽ തന്നെ കിച്ചൺ വരുന്നു. അപ്പൊ കിച്ചന്റെ ആ ഒരു ആംബിയൻസിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിവേഷനെ എഫക്ട് ചെയ്യാത്ത വിധത്തിൽ അവിടെ ഒരു കോർട്ട്യാർഡ്, ഒരു ഫാക്കേഡ് കൊടുത്ത് ഒബ്സ്റ്റക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായി. അപ്പോൾ അത് ഒരു കോർട്ട്യാർഡ് സ്പേസ് ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് എലിവേഷനെ കാഴ്ചയ്ക്ക് അഭംഗി വരാത്ത വിധത്തിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. സ്ഥലപരിമിതി, സെറ്റ് ബാക്ക് എല്ലാം വരുമ്പോൾ അതായിരുന്നു ഇതിനകത്ത് നമ്മൾ മെയിൻലി ഫേസ് ചെയ്ത ഒരു ചലഞ്ച്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ പ്ലാനിലേക്ക് ഒന്ന് പോവാം. ഏതൊരു വീടുകൾ എടുത്താലും അതിന് ഏറ്റവും കുറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കോർണർ, ഒരു സ്പേസ് എല്ലാവരും ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു സ്പേസ് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ പ്രോജക്റ്റിൽ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തുടക്കത്തിലേ പറഞ്ഞു, കിച്ചന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ കോർട്ട്യാർഡ്, പിന്നെ ഇൻസൈഡിൽ വന്നിട്ടുള്ള ഈ കോർട്ട്യാർഡ്, അതുപോലെ ഫാമിലി ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ഇവിടെ വരുന്ന ഒരു പേഷ്യോ സ്പേസ്, പിന്നെ നമ്മൾ സ്റ്റെയർ കയറി ഇങ്ങനെ പോകുന്നു. അതുപോലെ ഈ ഏരിയയിലേക്ക്, ബെഡ്റൂംസിലേക്ക് വരുന്ന ട്രാഫിക്, അതിൻ്റെ ഈ ഒരു കോർണറുണ്ട്, ഈ ഒരു സ്പേസ് നമ്മൾ ഒരു കോമൺ ആയിട്ട് അയൺ സ്പേസ്, വർക്ക് സ്പേസ്, സ്റ്റോറേജ്, അത് കഴിഞ്ഞ് ബാക്കിൽ ഒരു കട്ടൗട്ട് ചെയ്യുന്ന നമുക്ക് ഇങ്ങോട്ട് എയർ ആൻഡ് ലൈറ്റ് ഇൻടേക്ക് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ജനറലി ഉള്ള ചില ലെവൽ ഡിഫറൻസുകൾ, ഇപ്പോൾ +45 ലെവലാണ് നമ്മുടെ ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ. നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ട് ഏരിയ, അതുപോലെ ഫോമൽ ലിവിങ് ഏരിയ, ഈ പാസേജ്, ഡൈനിങ് സ്പേസ്, കിച്ചൺ, ഇതെല്ലാം നമുക്ക് വരുന്ന +45 ലെവലാണ്. അവിടുന്ന് മുമ്പോട്ട് പാസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടായിരിക്കും ഇവിടെ +30 ലെവലിലാണ് ഫാമിലി ലിവിങ് സ്പേസ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. എന്തിനാന്ന് വെച്ചാൽ, ഈ ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് ഈ കോർട്ട്യാർഡിലേക്ക് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് +15 നിർത്തിയിട്ടുള്ളത്. അപ്പോൾ +45, +30, +15, അപ്പം 1, 2, 3 സ്റ്റെപ്പ് വെച്ച് പോകുന്ന ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലാണ് ഈ കോർട്ട്യാർഡിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഈ ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഡൗൺ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോർട്ട്യാർഡ് സ്പേസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടുന്ന് ഈ +30 ലെവലിൽ നിന്ന് ഒറ്റ സ്റ്റെപ്പ് മേളിലേക്ക് വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ബാക്ക് റൂംസ് ഇങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ നമുക്ക് ആക്സസ് ആവുക. ഇവിടെ എല്ലാം നമുക്ക് +45 ലെവലിലാണ്, അത് ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മുടെ സ്റ്റെയർ കയറി മേളിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതലും ഈ അപ്പർ ലിവിങ് ഏരിയ ഒരു വളരെ പോക്കറ്റ് സ്പേസ് എടുത്തിട്ടുള്ളൂ. അതായത് അധികം ആക്സസും ആൾക്കാർ പോകാനുള്ള ഒരു സാധ്യത കുറവുണ്ട്. വളരെ ലിമിറ്റഡ് സ്പേസ് മാത്രമേ നമ്മൾ അപ്പർ ലിവിങ് എടുത്തിട്ടുള്ളൂ. അപ്പർ ലിവിങ്ങിലേക്ക് നമുക്ക് ഒരു സ്റ്റഡി സ്പേസ്, മറ്റു കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യാം. പിന്നെ 2 ബെഡ്റൂമാണ്. പിന്നെ ബാക്കിയുള്ള കൂടുതലും ഏരിയ നമ്മൾ എന്തിനു ഉപയോഗപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഫോമൽ ലിവിങ്ങിൻ്റെയും ഫാമിലി ലിവിങ്ങിൻ്റെയും കോർട്ട്യാർഡിൻ്റെയും മുകളിലെല്ലാം ഡബിൾ ഹൈറ്റ് കിട്ടുന്ന വിധത്തിൽ ഇവിടെ ഡബിൾ ഹൈറ്റിൻ്റെ പ്രൊവിഷനാണ് കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ഹൈറ്റിൻ്റെ പ്രൊവിഷനാണ് നിർത്തിയിട്ടുള്ളത്. നമുക്ക് ഈ കോർട്ട്യാർഡിൻ്റെ ഡബിൾ ഹൈറ്റ്, ഇത്രയും ഡബിൾ ഹൈറ്റ്സ് അവിടെ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു സഫോക്കേഷൻ, ഹീറ്റിൻ്റെ റിഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റെയർ കേസ് നമ്മൾ സ്റ്റീൽ സ്റ്റെയർ വെച്ചിട്ട് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ചെയ്ത് വുഡിന് പാനൽ ചെയ്യുന്ന വിധത്തിലാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ആ ഓപ്പൺ ടെറസിലേക്കുള്ള ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എലിവേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്പേസ് നമ്മൾ റിക്രിയേഷൻ സ്പേസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോർ ദ സൺലൈറ്റ്, നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടേണ്ട ഒരു പ്രൊവിഷൻ നമുക്ക് ഓപ്പൺ ടെറസിൽ വേണ്ടതായിട്ടുണ്ട് പലപ്പോഴും. അതിന് ഈ ഒരു പ്രൊവിഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം എനിവേ, ഇതാണ് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഈ കൺസ്ട്രക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളോ വീട് പണിയാനോ
അല്ലെ ഒരു പ്രോജക്റ്റ് ചെയ്യാനോ അത് ഏത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആയാലും തീർച്ചയായും അവർക്ക് ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.